ഇപ്പോൾ ശ്രീ പി ജോസഫ് കൂടി കത്തോലിക്ക കോൺഗ്രസ് പ്രതിനിധി ചേരുന്നുണ്ട്. ശ്രീ പി ജോസഫ്, അതായത് ഇതൊരു ബോധപൂർവമായ ഒന്നായി പരാതി നൽകിയിട്ടുള്ള തോമസിന് തോന്നുന്നില്ല. അതിനപ്പുറത്തേക്ക് ഏതെങ്കിലും തരത്തിൽ നേരത്തെ ഈ ലോട്ടറിയുമായി ബന്ധപ്പെട്ട ഒരു വിഷയമായിരുന്നു ഞങ്ങൾ ചർച്ച ചെയ്തത്. അവിടെയൊക്കെ ഹൈന്ദവ സംഘടനകൾ പറയുന്നത് അത് ബോധപൂർവമായി തന്നെ ലോട്ടറിയിൽ ഉൾപ്പെടുത്തി എന്നുള്ളതാണ്. ഇതിൽ താങ്കൾക്ക് അങ്ങനെ ഒരു ആക്ഷേപമുണ്ടോ? തീർച്ചയായിട്ടും അങ്ങനെ ഒരു ആക്ഷേപമുണ്ട്. ഇവിടെയൊക്കെ ബോധപൂർവമായ ശ്രമങ്ങൾ ഇല്ലാതെ ഇതൊന്നും ആരും മുന്നത്തില്ല. ഇത്രയും സാധനങ്ങൾ ഈ വിളിക്കുന്ന ഇതിനെപ്പറ്റി വിമർശനം വരും എന്നുള്ള കാര്യം ഇത് വരച്ചവനറിയാം. ഇത് വരയ്ക്കുന്നത് ശരിയായ നടപടിയല്ല. ഇതൊരു ആക്ഷേപപരമായിട്ട് വരുന്ന കാര്യമാണ്. ഇതൊരു വിശ്വാസത്തിൽ തന്നെ ചോദ്യം ചെയ്യുന്നതാണ്. ഇതിനെ കൊണ്ട് വെക്കുമ്പോൾ ഇത് സ്വാഭാവികമായും പ്രതികരണം ഉണ്ടാകുമെന്നൊക്കെ ദീർഘവീക്ഷണം ഇല്ലാത്തതാണെന്നും അല്ല വരയ്ക്കുന്നേ. വരയ്ക്കാൻ കഴിവുള്ളവന് അതിനുള്ള ദീർഘവീക്ഷണമുണ്ട്. അപ്പം ഇതിന് ആരുടെയും ഒക്കെ ഒരു സപ്പോർട്ടുകളുണ്ട്. പോകുന്നേ പോട്ടെ, വിവാദമാകുന്നില്ലെങ്കിൽ അടുത്ത പ്രാവശ്യം കുറച്ചുകൂടെ രൂക്ഷമായിട്ടുള്ളത് കൊടുക്കാം. ഇത് മറ്റേ ഇതിന്റെ തന്നെയും ലോട്ടറിയിൽ വന്ന ആ കാണുന്ന അശ്ലീലപരമായ കാര്യങ്ങളും ഇതിന്റെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇവിടുത്തെ എല്ലാവരും മതവിശ്വാസമായിട്ട് ബന്ധപ്പെട്ട് വരുമ്പോഴത്തേക്കിന് വളരെയധികം സെൻസിറ്റീവാണ്. മറ്റു ചില വിഭാഗങ്ങൾ നമ്മളൊന്നും പേരെടുത്ത് പറയുന്നില്ല, എങ്കിൽ പോലും അവർ ഇതിനേക്കാൾ ഹൈലി സെൻസിറ്റീവാണ്. അതുമായിട്ട് അവിടെ എന്തെങ്കിലും വിധത്തിലുള്ള അവർക്ക് ആക്ഷേപം എന്ന് കണ്ടു കഴിഞ്ഞാൽ അത് കുറച്ചുകൂടെ ഒരു അഗ്രസീവായിട്ട് അവർ പെരുമാറും. ഈ ക്രൈസ്തവ സംഘടനകളൊക്കെ ഇതിനോട് സാധാരണ അത്ര അഗ്രസീവ് ആകാറില്ല. ഈ ഒരു കാലഘട്ടത്തിലാണ് ഇത് ബോധപൂർവ്വം. ഇപ്പം നേരത്തെ 5-ാം തിരുവോണം, ക്രിസ്തുവിന്റെ 5-ാം തിരുവോണം എന്നുള്ള നാടകം ഇറക്കി. അതിനൊക്കെ തന്നെ നേരത്തെ ഇതേപോലെ തന്നെ തിരുവത്താഴത്തിന്റെ അന്ത്യത്താഴത്തിന്റെ അതിന് വികരമായിട്ട് നേരത്തെ തീർന്ന ഉണ്ടായി, പല പ്രാവശ്യം ഉണ്ടായി. അപ്പൊ ഇതൊന്നും ബോധപൂർവമായി എന്ന് പറയാൻ സാധിക്കത്തില്ല. ഇതിന് ഒരു ഭാഗത്തൊരു വളം വെക്കുന്നുണ്ട്. ഇത് നടന്നു പോകുന്നെങ്കിൽ പോട്ടെ, അങ്ങനെ അടുത്ത കുറച്ചുകൂടെ ആക്ഷേപമായിട്ട് വിടാം. ഇത് അതിന് സർക്കാർ സംഘാടകര് ഇതിനൊരു സ്വാഭാവികമായും ഒരു കൊടുക്കണമായിരുന്നു. ഇന്ന രീതിയിലുള്ളതേ വരാവുള്ളൂ, ആരും മറ്റൊന്ന് ആക്ഷേപിക്കുന്ന തരത്തിലാകരുത്. അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ബൈലോയോ മാനുവലിലൊന്നും പെടുത്താതെ തന്നെ സർഗാത്മകതയാണ്, സൃഷ്ടിയാണ് കൊണ്ടുവന്നപ്പോൾ ഞങ്ങൾ വ്യക്തിയുള്ളതെന്ന് പറയുന്നതിനകത്ത് യാതൊരു അർത്ഥവുമില്ല. ഇത് ബിനാലെ ഒരു സർക്കാരിന്റെ പ്രോഗ്രാമാണ്. സർക്കാർ ചെലവിൽ ഒരു മതവിശ്വാസത്തെ വ്രണപ്പെടുത്താനുള്ള നീക്കം നടത്തേണ്ട കാര്യമില്ല. അതേ പറഞ്ഞുള്ളൂ. അതിനോട് നമ്മൾ പൂർണ്ണമായി യോജിക്കുന്നു. എങ്കിലും ഇതിനൊക്കെതിരെ ഒരു അന്വേഷണം നടത്തുമോ, ഇതൊക്കെ ആരാണ് ഇതിന്റെ പിന്നിലെന്ന് കണ്ടെത്താനോ ശ്രമിക്കുന്നില്ല. ഇപ്പം ശബരിമല കൊള്ളയുടെ കാര്യം അതിനകത്ത് അതിനകത്തൊക്കെ തുടങ്ങിയപ്പോൾ ആരുമില്ല, അവരാന്ന് പറഞ്ഞു. ഇപ്പം അന്വേഷണം വന്നപ്പോൾ അതിന്റെയൊക്കെ സൂത്രധാരന്മാരായിട്ട് വരുന്ന ഒരു പ്രധാനപ്പെട്ട ആൾക്കാരാണ്. എന്ന് പറഞ്ഞ കണക്ക് ഒരു ആക്ട് നടക്കണമെങ്കിൽ ഒരു ക്രൈം എന്തെങ്കിലും രീതിയിൽ നടക്കണമെങ്കിൽ അതിന്റെ പിന്നിൽ ഒരു ആലോചനയും ഗൂഢാലോചനയും. അതായത് ഈ ചിത്രം നീക്കാതെ ഈ ഒരു ബിനാലെയുമായി മുന്നോട്ട് പോകാൻ പറ്റില്ല എന്ന് തന്നെയാണ് നിലപാടല്ലേ? തീർച്ചയായും. കൂടുതൽ ഇതുമായി ബന്ധപ്പെട്ട് ഇത് കൂടുതൽ ശ്രദ്ധയിൽപ്പെടുത്തുകയോ അല്ലെങ്കിൽ ഏതെങ്കിലും കൂടുതൽ പ്രതിഷേധങ്ങൾ ഉയരുകയോ ചെയ്യുന്നുണ്ടോ? തീർച്ചയായും അതിനെപ്പറ്റി ഈ ദിവസങ്ങളെല്ലാം അതിനെപ്പറ്റി വരും. പറഞ്ഞില്ല, ഇപ്പം ന്യൂ ഇയറിന്റെ ആഘോഷം, ക്രിസ്മസിന്റെ ആഘോഷമൊക്കെയാണ് ആൾക്കാർ അല്പം തണുത്തേക്കുന്നത്. എല്ലാ കാര്യത്തിലും പ്രത്യേകിച്ച് ഈ ക്രൈസ്തവ സമൂഹമൊക്കെ ഉടനടി പ്രതികരിക്കുന്നതല്ല. അതൊരു കുറച്ച് സമയമെടുത്തും ഇതിനകത്ത് ചെയ്യുന്ന ഒരു സമൂഹമായതുകൊണ്ട് ഇപ്പം കത്തോലിക്ക കോൺഗ്രസ് ആകട്ടെ, അല്ലെങ്കിൽ കാത്തലിക് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ ആകട്ടെ, അല്ലെങ്കിൽ മറ്റ് ക്രൈസ്തവ സംഘടനകളൊക്കെ, യുവജന സംഘടനകളൊക്കെ ആ രീതിയിലുള്ള നീക്കത്തിലേക്ക് കടക്കുന്നുണ്ട്. അപ്പൊ അത് വരുന്ന ദിവസങ്ങളിൽ അതിന്റെ പ്രതിഷേധം കാണാം. കോൺഗ്രസ് പാർട്ടി ഞങ്ങളോട് എന്താണ് കോൺഗ്രസ് പാർട്ടി തന്നെ ഈ വിഷയം ഏറ്റെടുക്കുകയുമായിട്ടുണ്ടായപ്പോഴാണ് ഇത് പുറത്തേക്ക് വന്നത്. ശരി. അതായത് കോൺഗ്രസിന്റെ ഭാഗത്ത് നിന്ന് കഴിഞ്ഞ ദിവസം പ്രതിഷേധമുണ്ടായിരുന്നു അല്ലേ? തീർച്ചയായും. റൈറ്റ്. വളരെ നന്ദി ഞങ്ങളോട് പ്രതികരിച്ചതിന്. ആവിഷ്കാര സ്വാതന്ത്ര്യം എന്നത് അംഗീകരിക്കപ്പെടുന്ന ഒരു രാജ്യമാണ് എന്ന് പറയുമ്പോൾ പോലും നമ്മുടെ സ്വാതന്ത്ര്യം എവിടെ വരെ എന്ന ചോദ്യമുണ്ട്. മറ്റൊരാളുടെ സ്വാതന്ത്ര്യത്തിൻ്റെ അതിർവരമ്പ് വരെ മാത്രമേ നമുക്ക് ആ സ്വാതന്ത്ര്യമുള്ളൂ എന്നതാണ് പ്രത്യക്ഷത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്. മറ്റൊരാളുടെയും സ്വാതന്ത്ര്യത്തിലേക്ക് കടന്നു കയറുന്നതല്ല നമ്മുടെ സ്വാതന്ത്ര്യം. അവിടെയാണ് മതവിശ്വാസത്തെ മുറുക്കെ പിടിക്കാനും ആ മതവിശ്വാസം തുടരാനുമൊക്കെയുള്ള സ്വാതന്ത്ര്യമുണ്ട്. അവിടെ ആവിഷ്കാര സ്വാതന്ത്ര്യം അത് വേദനിപ്പിക്കുന്ന തരത്തിൽ പൊതുവായ ഇടങ്ങളിൽ ആണോ പ്രദർശിപ്പിക്കേണ്ടത് എന്ന ചോദ്യം ആണ് ഇവിടെ ഉയർന്നു വരുന്നത്. പ്രത്യേകിച്ച് സർക്കാർ പരിപാടികളിൽ എല്ലാവരുടെയും നികുതിപ്പണം ഉപയോഗിച്ചുകൊണ്ട് നടത്തുന്ന പരിപാടികളിൽ അടക്കം ഈ മതവിശ്വാസത്തെ വ്രണപ്പെടുത്തുന്ന പരിപാടികൾ നടത്തേണ്ടതുണ്ടോ എന്നതാണ് ഇവിടെ സംശയമായി ഉയർത്തിയത്.